മോനെ കിടില സാധനം വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആട് എന്നുള്ള സിനിമയുടെ ഒരവസ്ഥ പോലെയാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ. ഫസ്റ്റ് പാർട്ട് അത്രത്തോളം ഒരു വലിയ വിജയമായിട്ടൊന്നും തിയേറ്ററിൽ അവർക്ക് കൈവരിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ മോനെ നിങ്ങൾ കണ്ടു ആ ക്ഷീണം സെക്കൻഡ് പാർട്ട് മാറ്റും തോന്നണത്. പറഞ്ഞു വരുന്നത് ഭരതനാട്യം 2 മോഹിനിയാട്ടത്തെ പറ്റിയാണ്. ഇത് ഡാൻസിനെ പറ്റിയുള്ള പടമല്ല. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ മക്കളെ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ ഭരതനാട്യം പാർട്ട് 1 കിടപ്പുണ്ട്. പാർട്ട് 2 ആണ് ഏപ്രിൽ 10 ഇറങ്ങാൻ പോകുന്നത്. എൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ലോഡ് ടീം ഇതിനകത്തുണ്ട്. 2ലേക്ക് വരുമ്പോഴേക്കും സുരാജ് ചേട്ടനുണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്. എൻ്റെ മോനെ ഇത് ഇത് വെറുതെ പൊള്ളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് പടത്തിൻ്റെ തന്നെ ഡയറക്ടറും ഫസ്റ്റ് പടത്തിൻ്റെ തന്നെ റൈറ്റർ കൂടിയായിട്ടുള്ള ആൾ തന്നെയാണ് ഇതും റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പടം എഡിറ്റ് ചെയ്ത ഷെഫീഖ് ബീബി, തുടരും എഡിറ്റ് ചെയ്ത ഷെഫീഖാണ് ഇതും എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. വെറുതെ പെട്ട സാധനം. അത് മാത്രമല്ല ഫസ്റ്റ് പടം കുറച്ച് വൈഡർ ആസ്പെക്ട് റേഷ്യോ വരുന്നെങ്കിൽ ഇത് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത് സിനിമ. എനിക്കൊന്ന് 2 ആസ്പെക്ട് റേഷ്യോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഷെഫീഖ് ഇത്തവണ ഇത് തന്നിരിക്കുന്നത് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ്. എപ്പിക് തിയേറ്റേഴ്സിൽ, PXL അതുപോലെയുള്ള തിയേറ്ററുകളിൽ മോനെ പൊളിയായിരിക്കും. ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ ഇത് കാണാൻ പൊളിയായിരിക്കും. എൻ്റെ ടിവിയിലും ഞാൻ മോണിറ്ററിലിരുന്ന് കണ്ടിട്ട് പൊളിച്ച് എന്ത് രസമെന്ന് പറയാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഭയങ്കര വൈബാണ്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഷൈജു കുറുപ്പാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അണ്ടർ റേറ്റഡ് പടമെന്ന് ഞാൻ പറയും. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് കാണുന്നത്. കാരണം അമ്മ കണ്ടിട്ട് അമ്മ പറഞ്ഞിട്ട് അമ്മ ചിരിച്ച് ഒരു പാട് വിട്ട്, എടാ നീ ഒന്ന് കണ്ടുനോക്ക്, ഒരു വെറൈറ്റി പടമാണ് കണ്ടുനോക്കെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് വീണ്ടും ഇവർ വേറെ സ്റ്റൈൽ പിടിച്ച് ചെയ്യുകയാണ്. ദൃശ്യം എന്നുള്ള സിനിമേനെ റെഫറൻസ് എടുത്തിട്ട് ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ ട്രെയിലർ കണ്ടു നോക്ക്, ഒറ്റ മോന് വെറുതെ പൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഏപ്രിൽ 10 ഇറങ്ങണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏപ്രിൽ 10 തന്നെയാണെന്നുകൊണ്ട് നമ്മുടെ ടൊവിയുടെ പടം ഇറങ്ങണമെന്ന് തോന്നണം. അന്ന് തന്നെയാണ് തോന്നുന്നുണ്ട് മറ്റേ പേട്രിയറ്റ് എന്താണോ ഇറങ്ങണത്. ഇതൊക്കെ കൂടി ഒന്നിച്ച് വന്ന് എന്ത് ചെയ്യോടെ. എന്തായാലും ഇത് പോയിരിക്കും. ഇത് കിടന്ന് വെച്ചിരിക്കാനുള്ള വക ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ഹാഷ്ടാഗ് എന്താണെന്ന് അറിയാമോ ഈ സിനിമയുടെ? കിൽ ഓർ ഡൈന്ന്. നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ വേറെ ഒന്നും പറയണില്ല. പൊളി സാധനമാണ്. വിഷ്വൽസ് ഒക്കെ ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കളർഫുൾ വിഷ്വൽസ് ആണ്. ഇത് ഇപ്പൊ ഇതുണ്ട് ഇന്ത ലെവല്. ഇതൊക്കെ കൂടാതെ ഇതിനകത്ത് ബേബി ജീനുണ്ട്. ബേബി ജീൻ ഇതിനകത്തൊരു അയ്യോ നമ്മുടെ ബേബി ജീന്റെ ക്യാരക്ടർ ദൃശ്യം റെഫറൻസ് ആണ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ മച്ചാൻ, പുള്ള പേരിന്റെ വായിൽ വരില്ല, നമ്മുടെ തല്ലുമാലയിലൊക്കെയുള്ള മച്ചാനുണ്ടല്ലോ. അയ്യോ, അങ്ങനെ ഈ അമ്മമാര് നമ്മുടെ ഉർവശി ചേച്ചിയുടെ പിന്നെ നമ്മുടെ കൽപ്പന ചേച്ചിയുടെ ഒക്കെ മൂത്ത സിസ്റ്ററായിട്ടുള്ള കലാരഞ്ജിനി ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ രവീണ രവിയുടെ അമ്മ, അങ്ങനെ കുറേ പേര്, കരിക്കിലെ പുള്ളിക്കാരി, ഈ 2 ട്വിൻസ്, എൻ്റെ പൊന്നു 2 എണ്ണവും വേറെ ലെവല്. ഫസ്റ്റ് പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇമ്മമാര് വെറുതെ കിടിലനായിരുന്നു, കിടിലം. എല്ലാവരും ഓരോരുത്തരും, പിന്നെ നമ്മുടെ കലാഭവനിലെ ചേട്ടൻ, അങ്ങനെ എല്ലാവരും വെറുതെ ഇതൊരു പെട്ട ഐറ്റം ആയിരിക്കും എന്നുള്ളത്. ഇതൊക്കെ കൂടെ നമ്മളെ മച്ചാനുണ്ട്, നമ്മുടെ കടിര കടൗരമി അണ്ടകടത്തിലുള്ള നമ്മളെ മച്ചാൻ എവിടെ പോയി. പിന്നെ നമ്മളിത് മറിമായത്തിലെ മച്ചാൻ എല്ലാ എണ്ണങ്ങളും ഒന്നിനൊന്ന് വെറുതെ പെട്ട ഐറ്റംസ് ആണ്. ഇതൊക്കെ കൂടെ സുരാജയുടെ ക്യാരക്ടർ തന്നെ വെറുതെ. ഞാൻ 2 മിനിറ്റും 20 സെക്കൻഡും പോളി ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കിടിലനായിട്ടാണ്. ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത് ഷെഫീഖ് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പോളി സാധനം വരുന്നു, പോളി സാധനം. നിങ്ങൾ നോക്കിയിരുന്നോ, ഈ പടം വെടിച്ചിൽ പടമായിരിക്കും. ഫസ്റ്റ് പടം കാണാത്തവർ ആമസോൺ പ്രൈമിൽ ഫസ്റ്റ് പടമുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വരാൻ പോണത്. ഫസ്റ്റ് പടത്തിൽ താരം അത് പറയണോ? അത് പറയാം, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് പടത്തിലെ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സായികുമാർ ചേട്ടനായിരുന്നു. പൊള്ളിയായിരുന്നു പുള്ളി വെറുതെ. ഷൈജുക്കുറുപ്പ് സായികുമാറും അച്ഛനും മക്കളും മോനെ കിട്ടില്ല പടമായിരുന്നു. കണ്ടിട്ടില്ലേ, കണ്ടു നോക്കി. എൻ്റെ അഭിപ്രായത്തിന് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, ഞാൻ തിയേറ്ററിൽ പോയി കാണാത്തതിന്
ഒറ്റക്ക് റിഗ്രറ്റ് അടിച്ചിട്ടുള്ള ഒരു പടം. ഫസ്റ്റ് പടം തിയേറ്ററിൽ വന്ന പടമാണ്. എന്നിട്ട് ഞാൻ കണ്ടില്ല. എന്ത് കോപ്പായിരുന്നു എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് വയ്യാത്തതൊന്നും എന്തോ മിസ്സായി പോയതാണെന്നുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ പോവാതിരുന്ന ഒരു ടൈമായിരുന്നു എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ സിനിമ എന്തായാലും കണ്ടുപോയേനെ. കാരണം ഷൈജു കുറുപ്പിൻ്റെ തലവട്ടം കണ്ട ഞാൻ പൊതുവെ പടം കാണാൻ പോകുന്നതാണ്. അത് എന്തായാലും ഞാൻ പോകേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ അത് ഞാൻ മിസ് ചെയ്ത് പോയി. റിഗ്രറ്റ് ചെയ്യുന്നു. പക്ഷേ ഞാനും ആമസോൺ പ്രൈമിൽ വന്നപ്പോഴാണ് കണ്ടത്. വേട്ടപ്പടമാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഭരതനാട്യം 2 മോഹിനിയാട്ടം. എന്താണ് വരാൻ പോണതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഐ എം പ്രിറ്റി ഷുവർ ഇത് ചിരിപ്പിച്ചൊരു വഴിയാക്കും. നിങ്ങൾ ഫസ്റ്റ് പടം എന്തായാലും കാണുക. ഡയറക്റ്റ് കണ്ടിന്യൂഷനാണിത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പടം കണ്ടിരിക്കുക. ഏപ്രിൽ 10 സെക്കൻഡ് പടം ഞാൻ കണ്ടിട്ട് അഭിപ്രായം ഞാൻ ചാനലിലിട്ടേക്കാം. എന്തായാലും ട്രെയിലർ പൊരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ പടം കാണാൻ പോവാൻ ഷൈജു കുറുപ്പ് മാത്രമല്ല, ഈ പടം കാണാൻ പോകാൻ 3 സ്ട്രോങ് റീസൺസ്, പോട്ടെ 4 സ്ട്രോങ് റീസൺസ്. ബേബി ജീൻ ആലപ്പുഴ ജിംഖാനയിൽ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അവനെ കൊണ്ട് കോമഡിയും പറ്റും എന്ന് എനിക്ക് മനസ്സിലായി, പാട്ട് പാടുന്ന കൂടാതെ. അതുകൂടാതെ ജഗദീഷ് ഏട്ടൻ, നോട്ട് ദ പോയിന്റ്, ജഗദീഷ് ഏട്ടൻ മാത്രം മതി നമ്മളൊരു സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു റീസണാക്കി മനസ്സിൽ വെക്കാം. കാരണം അതിഗംഭീരമായ ഒരു നടൻ, തൊടുന്നെല്ലാം പൊന്നാക്കുന്ന ഒരു എന്താ പറയുക, അന്യായ പ്രതിഭ. ഇത് കൂടാതെ സുരാജേട്ടൻ അറിയാല, ചട്ടമ്പിനാട് എന്നുള്ള സിനിമ മാത്രം എക്സാമ്പിളാക്കി എടുത്താൽ മതി. ദശമൂലം താമു ആ ഒരൊറ്റ ക്യാരക്ടർ ആയിരുന്നു ആ സിനിമ അമ്മാതിരി ലെവലിൽ എത്തിച്ചതെന്ന് ഞാൻ പറയും. ആ പടം അന്ത ലെവലിൽ ചിരിച്ചു വരികയാനുള്ള കാരണം ദശമൂലം താമു, ആ ഒറ്റ മനുഷ്യൻ മാത്രം മതി. അതുകൂടാതെ മമ്മൂക്കയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരൊറ്റ മനുഷ്യനാണ് ആ പടം അന്ത ലെവലിൽ എത്തിച്ചത്. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഇത്ര തന്നെ മതിയാണ്. ഇത് തന്നെ ഫാർ മോർ ദാൻ ഇനഫ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ബാക്കിയുള്ളവരുടെയും കൂടെ ഉള്ള സംഭവങ്ങൾ. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് പൊളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഞാൻ വീണ്ടും ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, ഗോ വാച്ച് പാർട്ട് 1 ഇൻ ആമസോൺ പ്രൈമിൽ കിടപ്പുണ്ട്. കണ്ട് നോക്കുക മക്കളെ. വിഷയം വിനയ് ഫോർട്ടും ഉണ്ട്, അറിയാല. ഇതുങ്ങളൊക്കെ ഒരു റോള് കൊടുത്തു കഴിഞ്ഞാൽ ചിരിപ്പിച്ച് മനുഷ്യനെ വയറുവേദന എടുപ്പിക്കും. അതുകൊണ്ട് തന്നെ സംതിങ് ഹെവി സാധനം ഇസ് കമ്മിങ്. മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ട് എന്തോ എനിക്കൊന്ന് മരിച്ചു കിടക്കണ ആളുടെ കാലാണ് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് വൈബ് അടിക്കുന്നത്. മോഹിനിയാട്ടത്തിൽ ആരെയും തട്ടിപ്പോകുന്നുണ്ട്, എന്തോ ഡെഡ് ബോഡി എന്തോ സ്കീമൊക്കെയാണ്. ദൃശ്യം റെഫറൻസ് ആണ്, എന്തോ ദൃശ്യം സ്പൂഫ് ടൈപ്പ് ഐറ്റമാണ് ഇത്തവണ അവർ പിടിച്ചിരിക്കുന്നത്. കാണാം, എന്നിട്ട് അഭിപ്രായം ഇട്ടേക്കാം. എന്തായാലും ട്രെയിലർ കൂടെ കണ്ടു നോക്കുക. ആദ്യം നിങ്ങൾ പോയി ട്രെയിലർ കാണുന്നതിന് മുന്നേ ഫസ്റ്റ് പാർട്ട് കാണാം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ ട്രെയിലർ കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണണം, അത് കണ്ടിട്ടേ കാര്യമുള്ളൂ. കാരണം എക്സാക്റ്റ് കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ആമസോൺ പ്രൈമിലുണ്ട്, കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ സിനിമ കാണുന്നുണ്ട്, ചാനലിൽ ഇട്ടേക്കാം അഭിപ്രായം. ശരി, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ.